പുതിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാം. അമ്മയ്ക്ക് കാണിച്ചു തരാം. നമുക്ക് പോവാം. റൈസ് ഞാൻ പാനിൽ വച്ചിരിക്കുന്നതേ ഉള്ളൂ, തിളയ്ക്കുന്നതേ ഉള്ളൂ. ബാക്കി കൊഞ്ചിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച്, പാനല്ല ഇരുമ്പെട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടാവട്ടെ. നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ ഇരുമ്പ് ചട്ടി എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് പറയുന്നത് എനിക്ക് അറിയില്ല. ചീനിച്ചട്ടി എന്ന് പറയുന്നവരുണ്ട്. അന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ സ്ഥലത്തൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു. അത് തിളയ്ക്കുന്നുണ്ട്. കടുക് താളിക്കുക. അതിലിത്തിരി കരിവേപ്പില, വറ്റൽമുളക്. ഞാൻ വറ്റൽമുളക് ഇടാറില്ല, കരിവേപ്പില. കരിവേപ്പില താളിച്ചു. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് വഴട്ടുക. ഞാനൊന്ന് നന്നായിട്ട് വഴണ്ടിട്ട് നമുക്ക് കുറച്ച് അടച്ച് വെക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. ഞാനത് ലൂസായിട്ടാണ് അരച്ചത്. എന്ന് വെച്ചാൽ സമയപരിധി മൂലമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. കാരണം പെട്ടെന്നുണ്ടാക്കിയാൽ അത്രയും നല്ലത്. നമുക്കൊന്നത് ഇളക്കിക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഇതിലൊന്ന് തക്കാളി അരിഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. റൈസ് ഞാൻ വേവിക്കാൻ വച്ചിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് നോക്കാം. റൈസ് വേവുന്നുണ്ട്. ഇനി കുറച്ചും കൂടി വേവാനുണ്ട്, വെള്ളം വറ്റാനുണ്ട്. ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളിക്ക് ഇടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ കൊഞ്ച് ബിരിയാണി. എല്ലാവരും നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വയ്ച്ച് നോക്കുന്നത്. എന്തായാലും കഴിച്ച് നോക്കാം. തക്കാളി കുനുകുനായിട്ടാണ്. നമുക്ക് തക്കാളി വേണമെന്നാണ് പറയുന്നത്. അവൾക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരോഗ്യക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് കുറച്ച് കൊടുക്കാം. തക്കാളി തക്കാളി കൂടെ ജസ്റ്റ് വഴറ്റി കൊടുക്കാം. ഞാൻ മുളക് കുറച്ചാണ് ഇടുന്നത്. കാരണം മുളക് കഴിക്കണം, എരി കഴിക്കാറില്ല. അവൾക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് നല്ല വഴറ്റിക്കൊള്ളും. ഒന്ന് അടച്ച് വെച്ച് കഴിക്കും. നല്ല കുറച്ചും കൂടെ വെള്ളം അടിയിൽ നിന്ന് വരയ്ക്കാം. ഒന്ന് നോക്കാം. കുറച്ചും കൂടെ നമുക്ക് വെന്തൊന്ന് നോക്കാം. കുറച്ചും കൂടെ വേവാനുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കിടക്കട്ടെ. നമുക്ക് മസാല ഇടാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി മുളക് പൊടി. കളറിന് വേണ്ടി മാത്രമാണ്. മസാല, കുറച്ച് മസാലപ്പൊടി.
മസാലപ്പൊടിയൊക്കെ തീരാറായി. നമുക്ക് നിന്ന് ഇളക്കാം. കൊഞ്ച് വാ, കൊഞ്ചാണ് 100 രൂപ കൊഞ്ചാണ്. 10 കൊഞ്ചെങ്ങാനും വരും. നമുക്കതൊന്ന് അതിലോട്ട് ആഡ് ചെയ്യും. നന്നായി ഇളക്കുക. ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. മസാലയൊക്കെ നല്ല പിടിച്ച് നല്ല മണം വരുന്നുണ്ട്. റൈസ് ആയിട്ടുണ്ട്, നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് മിക്സാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അവസാന ഭാഗം ഞാൻ കാണിച്ചു തരാം. മിക്സ് ചെയ്യണം, അല്ല റൈസ് കൂടെ മിക്സ് ചെയ്യണം. അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂനട്ട് ഓയിലും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് മുന്തിരി നമുക്ക് സവാള ഒന്ന് കഴിക്കാം. സ്ലൈസായിട്ട് അരിഞ്ഞു. എന്താണ്ടോ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതാകാനായിട്ട് ഇരിക്കട്ടെ. നമ്മുടെ ഉള്ളി നല്ല വൃത്തി വഴണ്ട ആവാറായിട്ടുണ്ട്. ഉള്ളി ഞാൻ വഴറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് നമ്മുടെ കൊഞ്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നീ എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നിങ്ങളുടെ ചാനൽ കയറി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.